എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് വകയാർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയപള്ളി വികാരി ഫാദർ ജേക്കബ് ബേബി അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിൽ ചന്ദനപ്പള്ളി കല്ലിട്ടതിൽ KP ബേബി ലീലാമ്മ ബേബി ദമ്പതികളുടെ 4 മക്കളിൽ മൂന്നാമനായി 1967 ജനനം. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഫാദർ ജേക്കബ് ബേബി, ഷിബു അച്ഛൻ എന്ന് അറിയപ്പെടും. 1967 ജനിച്ച എനിക്ക് ഇന്നെൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷ ജീവിതത്തിൻ്റെ 31 വർഷം പൂർത്തീകരിക്കുന്ന ഈ നാളുകളിൽ പുറകോട്ട് നോക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ നടത്തിയ വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. അമ്മ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെയും ചെയ്തു നൽകിയിരുന്നു. KP ബേബി ലീലാമ്മ ദമ്പതികളുടെ 4 മക്കളിൽ മൂന്നാമനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഒരു സഹോദരനും 2 സഹോദരിമാരും ഉണ്ട്. എൻ്റെ പിതാവ് 1996 മാതാവ് 2025 ഈ ലോകത്തിൽ നിന്നും കടന്നുപോയി. എൻ്റെ പ്രാഥമികമായ വിദ്യാഭ്യാസം ചന്ദനപ്പള്ളി ഗവൺമെൻറ് LP സ്കൂളിലായിരുന്നു. അഞ്ച്, 6, 7 ക്ലാസ്സിലെ വിദ്യാഭ്യാസം വള്ളിക്കോട് PDUP സ്കൂളിൽ. ഹൈസ്കൂൾ വിദ്യാഭ്യാസം സെൻറ്റ് ജോർജ് മൗണ്ട് ഹൈസ്കൂൾ കൈപ്പറ്റൂരിൽ. വളരെ ചെറിയ കാലം മുതൽ ദൈവാലയത്തോട് എന്നെ ചേർത്ത് നിർത്തിയത് എൻ്റെ 2 വല്യപ്പച്ചന്മാരാണ്, പിതാവിൻ്റെ പിതാവും മാതാവിൻ്റെ പിതാവും. ആ ചെറുകാലങ്ങളിൽ അവർ നടത്തിയ വഴികളും മാതാപിതാക്കളുടെ ശിക്ഷണവും വഴിതെറ്റാതെ ഈ ലോകത്തിൽ ജീവിപ്പാൻ എന്നെ സഹായിച്ചു എന്നുള്ളത് ഏറ്റവും നന്ദിയോടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ അയൽവാസിയും എൻ്റെ ഒരു വഴികാട്ടിയുമായ ഡോക്ടർ ജോർജ് ഉറീസ് കൊപ്പാറ എനിക്ക് ചെറിയ പ്രസംഗങ്ങൾ എഴുതി തരുമായിരുന്നു. അത് വളരെ തന്മയത്വത്തോടുകൂടി ഞാൻ അവതരിപ്പിക്കും എന്നുള്ളത് അവർ പറഞ്ഞ് അതെനിക്കൊരു പ്രോത്സാഹനമായിട്ടുണ്ട്. വീട്ടിലെ ചിട്ടയായ ജീവിത സാഹചര്യങ്ങൾ, മുന്നോട്ടുള്ള വഴികൾ, കർത്താവിനെ നോക്കി തന്നെ ജീവിപ്പാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. പത്തനംതിട്ട കാത്തലിക്കറ്റ് കോളേജിലെ ഡിഗ്രി വിദ്യാഭ്യാസം യൗവനകാലത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഓർമ്മിപ്പിച്ചിട്ടുള്ളതിനെ അനുസരിച്ച് ജീവിപ്പാൻ ദൈവം കൃപ നൽകി എന്നുള്ളത് വളരെ സന്തോഷകരം. ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം തുമ്പോൺ ഭദ്രാസനാധിപനായിരുന്ന ദാനിയേൽ മാർ ബീലക്സിനോസ് തിരുമേനിയുടെ കത്തോടുകൂടിയാണ് സെമിനാരിയിലേക്ക് അഡ്മിഷനായി പോകുന്നത്. സെമിനാരിയിലേക്ക് എത്തി അവിടുത്തെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുമ്പോൺ ഭദ്രാസനത്തിന് പിന്നീട് വന്ന ചുമതലക്കാരനായ അഭിനയ ഫിലിപ്പോസ് മാർ യൗസേബിയസ് തിരുമേനിയുടെ കൂടെ താമസിച്ച് 1995 പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ഈ 31 വർഷത്തെ ശുശ്രൂഷയ്ക്കിടയിൽ 13 ദൈവാലയത്തിൽ ചുമതല വഹിക്കുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹം നൽകി.
ദൈവത്തിൻ്റെ വലിയ കൃപയിൽ എനിക്ക് നൽകിയ ശുശ്രൂഷ ഇന്നുവരെ നിറപടിയായി നിർവഹിക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സത്യം വിട്ട് ശുശ്രൂഷയിൽ ഭംഗം വരുത്തുവാൻ തക്കവണ്ണം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാകാം പല പരീക്ഷകളും കടന്നു വന്നപ്പോഴും ദൈവം എന്നെ ചേർത്ത് നിർത്തി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ആധുനിക കാലങ്ങളിൽ ഇപ്പോഴുള്ള ദൃശ്യമാധ്യമങ്ങളുടെയും മറ്റുള്ളതിൻ്റെയും ഇടപെടലുകൾ ജീവിതത്തിൽ ഒത്തിരി വേദന ഉളവാക്കിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയും ജീവനുള്ള ദൈവത്തിന് ബലിയർപ്പിക്കുന്ന പുരോഹിതൻ എന്ന നിലയിൽ വീഴാതെ എന്നെ എൻ്റെ ദൈവം താങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനൊക്കെയും എനിക്ക് ഊർജം പകർന്നു തന്നിട്ടുള്ളത് എൻ്റെ മാതൃദേവാലയമാണ്. ഈ ഇടവകയിൽ അംഗമായിരുന്ന കെ ഡേവിഡ് കോർപ്പിസ്കോപ്പാച്ചൻ, ആ വന്യ പുരോഹിതനാണ് എനിക്ക് വിശുദ്ധ മാമോദീസ കൂദാശ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അക്കാലയളവിലുണ്ടായിരുന്ന കൊപ്പാറയച്ചൻ, ഈ രണ്ട് പുരോഹിതന്മാരെ കണ്ടാണ് വളർന്നിട്ടുള്ളത്. അവരുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ ചൊല്ലിത്തന്നിട്ടുള്ളതും അവർ പഠിപ്പിച്ചിട്ടുള്ളതും ഒക്കെയും ഇന്നും ഓർമ്മയിലുണ്ട്. എല്ലാ വിശുദ്ധ കുർബാനയിലും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് അനുഗ്രഹങ്ങൾക്കൊരു കുറവും ഉണ്ടാകുകയില്ല എന്നുള്ളത് പിതാക്കന്മാർ പറയുന്നത് വളരെ സത്യമാണ് എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ മനസ്സിലാക്കുവാനും അനുഭവിച്ചറിയാനും സാധിച്ചിട്ടുണ്ട്. ചന്ദനപ്പള്ളി ഗവൺമെൻറ് LPS, കൈപ്പട്ടൂർ സെയിൻറ്റ് ജോർജ് മൗണ്ട് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പൂർത്തീകരിച്ചു. 1994 സെമിനാരി പഠനം പൂർത്തീകരിച്ച് 1995 മെയ് 16 അന്നത്തെ തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്ന അഭിവന്യ ഫിലിപ്പോസ് മാർ യൗസേബിയൂസ് തിരുമേനിയിൽ നിന്നും പട്ടമേറ്റു. എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ പത്തനംതിട്ട ജില്ലയുടെ കോന്നി ഏരിയയിലെ മലയോര പ്രദേശമായ തേക്കുതോട് ഇടവകയാണ്. തേക്കുതോട് സെൻറ്റ് ജോർജ് പള്ളി. അവിടെ മുതൽ ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന വകയാർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി വരെ എൻ്റെ ഇടവക ശുശ്രൂഷ അനുഗ്രഹകരമായി നടത്തുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഞാൻ അല്പം കർക്കശക്കാരനാണ് എന്നുള്ളത് ചിലരൊക്കെ പറയുമെങ്കിലും കാര്യങ്ങളുടെ പൂർത്തീകരണം വരുമ്പോൾ അച്ഛനായിരുന്നു ശരി, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതായിരുന്നു ശരി എന്ന് അവരിൽ നിന്നും കേൾക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുമുണ്ട്. വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യേണ്ടുന്നത് പുരോഹിതൻ്റെ ചുമതലയാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടവകയെ ദൈവികമായ അനുഗ്രഹങ്ങളോടുകൂടി അതിനെ നടത്തുവാൻ, അവിടെ വേദന അറിയുന്നവൻ്റെ വേദനയോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കണം. ദൈവിക കൃപകളും ദൈവിക അനുഗ്രഹങ്ങളും നമുക്ക് അതിന് കൂട്ടായിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു പിതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗീവർഗീസ് മാർ പീലിക്സിനോസ് തിരുമേനി ഒരു പട്ടംകുടയിൽ പറയുകയുണ്ടായി,
നമുക്ക് ദോഷമുണ്ടാകുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ നഷ്ടപ്പെടുന്നിടത്ത് പിശാചിൻ്റെ പ്രവർത്തനമുണ്ടാകും. ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവിക അനുഭവങ്ങളിൽ ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. പുരോഹിതൻ മുൻപേ നടക്കേണ്ടുന്നവനാണ്. ആ നടപ്പിൻ്റെ വഴിയെ അറിയാതെ പോയാൽ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കുകയില്ല. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാം, എന്നാൽ കരയുന്നവനോടൊപ്പം കരയുക എന്നുള്ളത് നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. ആ വേദനകളെ അറിയാത്തവന് യഥാർത്ഥമായ ശുശ്രൂഷയെ നിർവഹിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല എന്നുള്ളത് നമുക്കെയും അറിഞ്ഞിരിക്കണം. കാലം മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമൊക്കെയും വളരെ വിശാലമാകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സത്യത്തെ നിഷേധിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചോടുവാൻ തക്കവണ്ണം നമുക്കാർക്കും സാധിക്കുകയില്ല. പിതാക്കന്മാരുടെ പ്രാർത്ഥന അനുഗ്രഹങ്ങൾ, വിശുദ്ധന്മാരുടെ മധ്യസ്ഥത, ഇത് എന്നും നമുക്ക് ആവശ്യമുള്ളതാണ്. ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് വിശുദ്ധനായ ഗീവർഗീസ് സഹദാ ഉള്ളത്. എൻ്റെ കാവൽ പിതാവ്. ആ പിതാവിൻ്റെ മധ്യസ്ഥതയിലാണ് ഞാൻ ജീവിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ യാതൊരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല. ഇന്ന് ഞാനും ദൈവം എനിക്കിണയായി തുണയായി നൽകിയിരിക്കുന്ന എൻ്റെ സഹധർമ്മിണിയും ഞങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന 2 മക്കളും, ഒരു മകനും ഒരു മകളും. മകളുടെ വിവാഹം കഴിഞ്ഞു, കുടുംബമായി അവർ ജീവിക്കുന്നു. മകൻ പഠനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ നടത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെ ഞങ്ങളെ നഷ്ടപ്പെടുത്താറില്ല. ദൈവകൃപയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയാണ് ചെയ്യുന്നത്. നടത്തിയ നന്മകളെ ഓർക്കുന്നു, ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. 31 വർഷത്തെ പൗരോഹിത്യ ജീവിതം പൂർത്തീകരിക്കുന്ന ഫാദർ ജേക്കബ് ബേബി അച്ഛൻ 13ഓളം ഇടവകകളിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ വകയാർ സെയിൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി എന്ന നിലയിൽ ശുശ്രൂഷകൾ തുടരുകയാണ് ഫാദർ ജേക്കബ് ബേബി അച്ഛൻ. ഞാൻ 1982-87 കാലയളവിലാണ് പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ പഠിച്ചത്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി വിദ്യാഭ്യാസം BSc ഫിസിക്സ്. അതിനുശേഷം എൻ്റെ ആഗ്രഹം എൻ്റെ തിരുമേനിമാരോട് ഞാൻ അറിയിച്ചു. 2 വർഷക്കാലം ഞാൻ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് 1990 സെമിനാരിയിലേക്ക് പോകുന്നത്. സെമിനാരി അഡ്മിഷനായി ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ റെക്കമെൻഡേഷൻ നൽകിയത് അഭിമന്യനായ കാലം ചെയ്ത ദാനിയേൽ മാർ പീലിക്സിനോസ് തിരുമേനി ആയിരുന്നു. തിരുമേനിയുടെ ശുശ്രൂഷ കാലത്ത് ഏറ്റവും അവസാനമായി സെമിനാരി വിദ്യാഭ്യാസത്തിനുള്ള കത്ത് നൽകിയത് ഞങ്ങൾ 5 പേർക്കാണ്. ഇപ്പോൾ ഭദ്രാസനത്തെ നയിക്കുന്ന അഭിമന്യനായ ഏബ്രഹാം ഓർ സെറാഫീം തിരുമേനിയും ഞാനും ഒപ്പം മറ്റ് 3 പേരും, ഞങ്ങൾ 5 പേരാണ് ഈ ഭദ്രാസനത്തിൽ നിന്നും സെമിനാരിയിലേക്ക് പോകുന്നത്. സെമിനാരി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് 1993 ഒക്ടോബർ മാസത്തിൽ ഞാൻ ഷമ്മാശനായി. 94
സെമിനാരി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് വീണ്ടും ഒരു വർഷക്കാലം അഭിവന്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. 1995 ഏപ്രിൽ 20 വിവാഹിതനാകുകയും 95 മെയ് മാസം 16 പുരോഹിതനാകുകയും ചെയ്തു. 1995 ഏപ്രിൽ 20 അന്ന് കൊല്ലം ഭദ്രാസനാധിപനായിരുന്ന കാലം ചെയ്ത മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമനസ്സുകൊണ്ടാണ് എൻ്റെ വിവാഹ കൂദാശ ആശീർവദിച്ചത്. കോന്നിക്ക് അടുത്തുള്ള മുളന്തറ സെൻറ്റ് മേരീസ് ഇടവകയിൽ ഞവരയ്ക്കൽ തോമസ് ബേബിയുടെയും മണി ബേബിയുടെയും മൂത്ത മകളായ ബിനു ആണ് എൻ്റെ സഹധർമ്മിണി. അതിനുശേഷം ഈ ദൈവാലയത്തിൽ വെച്ചാണ് 1995 മെയ് മാസം 16 ചൊവ്വാഴ്ച ദിവസം ഫിലിപ്പോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സിനാൽ പട്ടം കെട്ടപ്പെട്ടത്. പൗരോഹിത്യ ശുശ്രൂഷയിൽ 95 വികാരിത്വം ലഭിക്കുന്നത് തേക്കുതോട് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലും ഒപ്പം കൊന്നപ്പാറ സെൻറ്റ് പീറ്റേഴ്സ് ഇടവകയിലുമാണ്. ഒരു വർഷക്കാലം മാത്രം കൊന്നപ്പാറ സെൻറ്റ് പീറ്റേഴ്സ് ഇടവകയിലെ സഹവികാരിയായി ശുശ്രൂഷ ചെയ്തു. 96, 98 കാലയളവുകൾ ഫുൾ ടൈം തേക്കുതോട് സെൻറ്റ് ജോർജ് പള്ളിയിലായിരുന്നു. 1998, 2001 കാലയളവിൽ കാഴഞ്ചേരി സെൻറ്റ് മാത്യൂസ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണമായിട്ട് സാധിച്ചു. 2001, 2004 കാലയളവിൽ ഓമലൂർ സെൻറ്റ് തോമസ് ഇടവകയിലെ വികാരിയായി ശുശ്രൂഷ ചെയ്തു. ആ കാലയളവിലാണ് ഇന്നവിടെ കാണുന്ന ആ മനോഹരമായ വലിയ ഓഡിറ്റോറിയം, അതിനുള്ള വസ്തു വാങ്ങി അതവിടെ പണി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിച്ചിട്ടുള്ളത്. 2004, 2007 കാലയളവിൽ കൊടുമൺ സെൻറ്റ് ബെഹനാൻസ് ഓർത്തഡോക്സ് പള്ളിയിലെ ശുശ്രൂഷ ചെയ്തു. 2007, 2009 കാലയളവിൽ തുമ്പമണേറം മാത്തൂർ സെൻറ്റ് ജോർജ് ദൈവാലയത്തിലാണ് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവസരം നൽകിയത്. 2009, 2012 കാലയളവിൽ വട്ടക്കാവ് സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് ഇടവകയിൽ ശുശ്രൂഷയ്ക്കായി ദൈവം എന്നെ നിയോഗിച്ചു. 2012, 2015 കാലയളവിൽ നരിയാപുരം ഇമ്മാനുവേൽ ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തു. 2015, 2018 കാലയളവിൽ വാഴമുട്ടം മാർ ബർസോമ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു. 2018-2019 വർഷം പുത്തൻപീടിക സെൻറ്റ് മേരീസ് ഇടവകയിൽ ശുശ്രൂഷ. 2019-2021 കാലയളവിൽ കല്ലേലി മാർ കുറിയാക്കോസ് ഇടവകയിലാണ് ശുശ്രൂഷ ചെയ്തത്. കോവിഡ് കാലത്തെ ശുശ്രൂഷാ കാലമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത ഒരു കാലയളവാണത്. വെറും 50 ഭവനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവകയാണ്. ആ കോവിഡ് കാലയളവിൽ എന്നെ ചേർത്ത് നിർത്തിയ ഒരു ഇടവകയാണ്. വ്യക്തിപരമായി ഒരു പ്രയാസഘട്ടം ഉണ്ടായ സമയത്താണ് ആ ദൈവാലയത്തിലേക്ക് ചെല്ലുന്നത്.
അവിടെ എല്ലാവരും എന്നെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം വളരെ ഉത്സാഹം കാണിച്ച ഒരു ഇടവക. 2021-24 കാലയളവിൽ പ്രക്കാനം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു. കോവിഡ് കാലം എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ 25ാം വർഷമായിരുന്നു. അതിനുശേഷം പ്രക്കാനം ഇടവകയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന വകയാർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ശുശ്രൂഷ നിർവടിയായി നിർവഹിക്കുന്നു. ഇപ്പോൾ എന്നോട് ചേർന്ന് എനിക്ക് ആ ഇടവകയിലെ ശുശ്രൂഷയ്ക്കായി മല്ലശ്ശേരി സ്വദേശിയായ ജിബിനം ജോയി അച്ഛനും കൂടെയുണ്ട്, എൻ്റെ സഹവികാരിയായിട്ട്. ദൈവകൃപയിൽ അവിടെ 2 വർഷം പൂർത്തീകരിക്കപ്പെടുന്നു. ദൈവം നടത്തുന്നിടത്തോളം ദൈവത്തോട് ചേർന്ന് ദൈവകൃപയിൽ ജീവിക്കുവാൻ കൃപ നൽകണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ബാല്യകാലം മുതൽ കുടുംബത്തിൽ നിന്നും ലഭിച്ച ആത്മീയ ശിക്ഷണവും മാതൃ ഇടവകയായിരുന്ന ചന്ദനപ്പള്ളി സെയിൻറ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഇടവക പട്ടക്കാരായിരുന്ന കൊപ്പാറ AG ഗീവർഗീസ് അച്ഛൻ്റെയും മാവേലിൽ K ഡേവിഡ് കോർ എപ്പിസ്കോപ്പിയുടെയും ആത്മീയ ശിക്ഷണം പുരോഹിത വൃത്തി തിരഞ്ഞെടുക്കുന്നതിന് പ്രചോദനകരമായി മാറി. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ജൻസി കാലയളവിൽ ദൈവത്തെ മറന്ന് നമുക്ക് ജീവിക്കുവാനായിട്ട് ഇടയാകരുത്. ഏത് തലത്തിലുള്ള വികസനങ്ങളോ അല്ലെങ്കിൽ ചേഞ്ചസോ ഉണ്ടായാലും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. സൃഷ്ടാവിനെ മറന്നാൽ അത് നാശത്തിൻ്റെ അനുഭവമാണ്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തെ മറന്ന് ജീവിപ്പാനായിട്ട് ഇടയാകാതെ ദൈവത്തെ അറിഞ്ഞ് ദൈവകൃപയിൽ ആ നന്മയിൽ ആ പാഠപീഠത്തിലിരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ആദിമകാലങ്ങളിൽ ഇടവക പട്ടക്കാരായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എൻ്റെ ചെറുപ്രായത്തിലും ഞാൻ അങ്ങനെ 2 പിതാക്കന്മാരെ കണ്ടാണ് വളർന്നത്. കൊപ്പാറ AG ഗീവർഗീസ് അച്ഛന്, മാവേലിൽ K ഡേവിഡ് കോർ എപ്പിസ്കോപ്പ അച്ഛൻ. ഈ 2 പേരും 2 തലത്തിൽ ഞങ്ങളെ ഒക്കെയും പ്രചോദിപ്പിച്ചിട്ടുള്ളവരാണ്. കൊപ്പാറ അച്ഛൻ വിശ്വാസത്തിൽ വളരെ തീഷ്ണതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. വിശുദ്ധനായ ഗീവർഗീസായുടെ പെരുന്നാൾ, ഞങ്ങളുടെ പുണ്യാളച്ഛൻ്റെ പെരുന്നാളിൻ്റെ സമയം വരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ വീറ് അച്ഛനിൽ നിന്നും ചെറുകാലം മുതലേ കണ്ട് അറിഞ്ഞ് അനുഭവിച്ചിട്ടുള്ളത്. മാവേലിൽ അച്ഛൻ കുറച്ചുകൂടെ ശാന്തമായ രീതിയിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിത്വമാണ്. അക്കാലത്ത് ഒരുപക്ഷേ മെത്രാപ്പോലിത്ത ആകാൻ സാധ്യതയുള്ളൊരു വ്യക്തിത്വമായിരുന്നു K ഡേവിഡ് കോർ എപ്പിസ്കോപ്പ അച്ഛൻ. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ജനറലായിട്ടിരുന്ന് അതിനൊരു ദിശാബോധം നൽകിയ വ്യക്തിത്വമാണ്. അവരുടെ ആ കാലയളവിൽ അവർ ഈ കുഞ്ഞുങ്ങളെയൊക്കെയും ചേർത്ത് നിർത്തിയ കാര്യങ്ങളൊക്കെയും വളരെ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട്. ഇവരുടെയൊക്കെയും പ്രാർത്ഥനകൾ, പ്രത്യേകിച്ചും നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പുരോഹിതന്മാരെ അവരിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോയി ഇവിടുത്തെ ഈ ഇടവകയിലെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം, അന്ന് ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ, ഇതൊക്കെയും ചെറുപ്പകാലത്തിൽ എന്നിൽ ആധ്യാത്മികതയുടെ പാകിയിട്ടുള്ള വേരുകൾക്ക് ഊർജം നൽകുവാൻ തക്കവണ്ണമായിട്ട് സാധ്യതമായിട്ടുള്ളതാണ്.
പിതാവിൻ്റെയും മാതാവിൻ്റെയും പ്രോത്സാഹനം അതിനനുസൃതമായിട്ടുള്ളതായിരുന്നു. വിശുദ്ധ കുർബാനയിൽ അലസതയില്ലാതെ വിശുദ്ധ കുർബാന ചൊല്ലുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആധുനിക കാലയളവിൽ ശബ്ദ സാധ്യതകളുടെ പുതിയ തലത്തിൽ വരുമ്പോൾ നീട്ടിയും കുറുക്കിയൊക്കെയും ചൊല്ലുന്നുണ്ടെങ്കിലും നമുക്ക് സ്വതസിദ്ധമായി ദൈവം നൽകിയിട്ടുള്ള ശബ്ദത്തിലും ദൈവം നൽകിയിട്ടുള്ള കഴിവിലും ദൈവത്തിന് സ്തുതി സ്തോത്രവും സമർപ്പിക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. ഓരോ വിശുദ്ധ കുർബാനയും പൂർത്തീകരിച്ചിട്ട് ആ ബലിപീഠത്തോടെ പുരോഹിതൻ യാത്ര ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: ഇനി ഈ സന്നിധിയിലേക്ക് ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ബലിപീഠത്തോടെ പറയുകയാണ്, എൻ്റെ പേര് നീ ഓർത്തുകൊള്ളണമേ എന്ന്. ഈ ഒരു പ്രാർത്ഥനയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാകും. നമ്മളൊക്കെ നൈമിഷികമായിട്ടുള്ളവരാണ്. എന്നാൽ ദൈവസത്യം, വിശുദ്ധ രഹസ്യം അതൊരിക്കലും നഷ്ടമാകാത്ത ഒന്നാണ്. അർപ്പിക്കപ്പെടുന്ന ബലിപീഠം, അതുകൊണ്ടാണ് പറയുന്നത്, ഇനി ഞാൻ ഇങ്ങോട്ട് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബലിപീഠമേ, എൻ്റെ പേര് നീ ഓർത്തുകൊള്ളണമേ എന്ന്. ഏത് പുരോഹിതൻ്റെയും പൗരോഹിത്യ ശുശ്രൂഷയിൽ ഉള്ള അനുഭവം ഇത് തന്നെയാണ്. ഇത് ദൈവം നൽകിയ ഒരു അവസരമാണ്. ദൈവത്തിന് നന്ദി സമർപ്പിക്കുന്നു. ഏവർക്കും പ്രത്യേകമായിട്ട് സ്തോത്രം. ദീർഘമായ 31 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ തുമ്പമൺ ഭദ്രാസനത്തിലെ 13ഓളം ഇടവകകളിൽ വികാരിയായി ശുശ്രൂഷ ചെയ്ത ജേക്കബ് ബേബി അച്ഛൻ ഇന്നും പൗരോഹിത്യത്തിന്റെ വഴികളിൽ തന്റെ ശുശ്രൂഷകൾ തുടരുകയാണ്. ബാല്യകൗമാരങ്ങൾ മുതൽ നെഞ്ചിലേറ്റിയ പുരോഹിത വൃത്തി 31 വർഷം പൂർത്തീകരിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുന്ന വകയാർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി ഫാദർ ജേക്കബ് ബേബി അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വലിയതാണെനിക്ക്